എന്നെന്നും ഞാൻ നിന്നടിമ നിൻ വകയാം. എന്നാളും നീ എന്നാഥനാം, എന്നുടെ ഏകാശ്രയവും. എന്നെന്നും ഞാൻ നിന്നടിമ നിൻ വകയാം. ശ്രേഷ്ഠയിടയൻ വിശ്വസ്തമിത്രം, ജീവനെ നൽകിയൊരുറ്റ സഖി. നല്ല ഇടയനവൻ, നല്ല ഇടയനവൻ. തന്നൂടെ പ്രാണൻ എൻ പേർക്കായി തന്ന പ്രാണസ്നേഹിതനവൻ. എന്നെന്നും ഞാൻ നിന്നടിമ നിൻ വകയാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. തന്ന സമാധാനത്തിനായി, സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി, സുബോധത്തിനായി സ്തോത്രം അപ്പാ, സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും ഞങ്ങളുടെ പാദപിടിച്ചിലോട്ട് ഏൽപ്പിച്ചു തരിക. കർത്താവേ, ഞങ്ങൾക്കെല്ലാം ഒരുപോലെ മറുപടി തന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ നാഥാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. അവരുടെ ഭാവി, അവരുടെ പഠനമൊക്കെ ഒന്ന് ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ദാനമായി തന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുമായിരിക്കുന്നിടത്ത് അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. ആ കൃപയിൽ എല്ലാവരെയും പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ആയുസ്സോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ. എല്ലാ സൗഖ്യത്തിലും വഴി നടത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ മാനിക്കണമേ. അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിക്കുവാൻ സഹായിക്കണമേ കർത്താവ്. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം വരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ബലപ്പെടുത്തി കൃപയിൽ അങ്ങ് നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ പ്രയാസമോ പ്രതികൂലം അവർക്കുണ്ടാകാൻ അനുവദിക്കല്ലേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ ജീവിപ്പാൻ തൻ്റെ മക്കളെ സഹായിക്കുമാറാകണേ അപ്പാ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുമുണ്ടപ്പാ. നിൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. കൃപയിൽ കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കണ സ്വർഗം ഇടയാക്കണേ. തക്ക തുണയെ അവർക്ക് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിച്ചാട്ടപ്പാ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. കടഭാരത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ആ പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കുന്നു. നാഥാ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, വാടക ഭവനിൽ കഴിയുന്നവരൊക്കെ ഉണ്ടപ്പാ. അപ്പച്ചൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥാ, തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ. അവരോട് മനസ്സലിയണമേ കർത്താവെ. സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം ഒരുക്കണമേ കർത്താവെ. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാലയിൽ തൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ. അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. നാഥാ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ മുഖം നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടിരുന്ന വചനമാപ്പാ. അപ്പാ, നീ പ്രവർത്തിപ്പാൻ ശക്തനാ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ. എളിയവരുടെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ വഴികളെ തുറന്നേ മതിയാകൂ.
ഇനിയും താമസിപ്പിക്കരുതേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. വിദേശ രാജ്യത്തൊക്കെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തിൻ്റെ വഴിയാ കർത്താവേ. ശത്രു അടച്ചതല്ല, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തമ്പുരാൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഓഗസ്റ്റ് മാസം കഴിഞ്ഞു പോയി കർത്താവേ. സെപ്റ്റംബർ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം എല്ലാ മക്കൾക്കും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരണമപ്പാ. അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊള്ളണമേ. വലിയൊരു ശേഷിപ്പ് ഓരോ മക്കളുടെയും പക്കൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെയും പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലുമൊക്കെ കൂടെയിരിക്കണം. സമാധാനത്തോടെ സന്തോഷത്തോടെ തൃപ്തിയോടെ മടങ്ങി വരണം. അവർക്ക് വേണ്ടുന്നെല്ലാം കൊടുത്ത് ഓരോ നിമിഷവും പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമയം ഹല്ലേലൂയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. യാത്ര ചെയ്യുന്ന ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആകാശം കീറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന മക്കളെ സ്വർഗം പരിപാലിച്ചു കൊള്ളണമേ. പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്നല്ല സ്വർഗം വിടുവിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുക. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം അപ്പൻ്റെ പക്കലോട് ദാനമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു കർത്താവേ. സ്വർഗം സംരക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ യുവതീ-യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അരുതാത്തതിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ബുദ്ധി ആലോചനയും കൊടുക്കണം. ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം, പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. സ്തോത്രം. OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്കും പമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, തടസ്സങ്ങളും മുടക്കങ്ങളൊക്കെ സ്വർഗം മാറ്റി അനുഗ്രഹിക്കപ്പെട്ട വിശാല വഴികളിൽ തന്നെ കുഞ്ഞുങ്ങളെ ആക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വലിയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. തമ്പുരാൻ്റെ ബലമുള്ള കരമൊന്ന് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. സകലതും നഷ്ടപ്പെട്ട് വഴിത്തിലക്കിൽ കടന്ന് അയ്യം വിളിക്കുന്നവരുണ്ട്. വേർപാടിൻ്റെ ദുഃഖത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഹൃദയമുണ്ട്. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമായ കർത്താവേ. ഹല്ലേലൂയ. അവരുടെ നടുവിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട കരവുമായി കടന്നു നിന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമായ കർത്താവേ, രക്ഷാമാർഗത്തിനായിട്ട് കടന്നു നിന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും സമാധാനങ്ങളും ഓരോ മക്കൾക്കും നൽകി മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കർത്താവേ, കിടക്കുകളിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ പേരിൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രപ്പാ. കരുണ തോന്നുന്ന മനസ്സിലാണ് ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ദൈവമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ള തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, വയറ്റിനകത്തും തലയ്ക്കകത്തും മുഴയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, പല ടെസ്റ്റുകൾക്കായിട്ട് കടന്നു പോകുന്നവർ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട്, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രപ്പാ. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന നാഥാ. സ്തോത്രം കർത്താവേ. കൈകാലൊക്കെ ചലനമില്ലാത്തവരുണ്ടപ്പാ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. അങ്ങ് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. സ്തോത്രം. മനസ്സലിയണം കർത്താവേ. കരുണ കാണിക്കണമേ. ആസ്മാരോഗികൾ, തൈറോയിഡുള്ളവർ, ഹല്ലേലൂയ കർത്താവേ. അസിഡിറ്റിയുടെ ഭാരത്താൽ ഹല്ലേലൂയ വേദനിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം കർത്താവേ. അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരൊക്കെ ഉണ്ടപ്പാ.
മാനസികമായ ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രപ്പാ. എൻ്റെ കർത്താവേ, തൈറോയിഡ് ഉള്ളവരുണ്ടപ്പാ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുള്ളവരുണ്ട്, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുള്ളവരുണ്ട്, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. എല്ലാവരെയും പൊന്നു സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്ന് മറയ്ക്കണമേ. ഹാലലിയ. സ്വർഗം മാനിക്കണമേ. വിടുതൽ അയക്കണമേ കർത്താവേ. അത്ഭുതകരമാർന്ന സൗഖ്യം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമാറാകണം. ശത്രുവാരെയും കാണൽ ദുഷ്ടപിശാച് തൊടലേന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലില്ല മക്കളുടെയും ഹാലലിയ മൂക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിൽ എല്ലാം കർത്താവ് കൂടിയിരുന്ന് നിയന്ത്രിച്ച് നടത്തിക്കൊള്ളുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ബാലവെടിയിൽ നിന്ന് വിടുവിച്ച് വളർത്തി തരുമാറാകണം. അങ്ങനെ സമസ്ത ഭാരങ്ങളും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാ. ഞങ്ങളുടെ രോഗികളോട് കരുണ കാണിക്കണം. അത്ഭുത സൗഖ്യം ഓരോ മക്കൾക്ക് നൽകുമാറാകണം. വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലി. എല്ലാ പ്രാർത്ഥനാ വിഷയം ഒന്നുകൂടെ സമർപ്പിക്കുന്ന കർത്താവ്, അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ, നീ ഞങ്ങളെ ഓർക്കുന്ന ദൈവമാ, കരുതുന്ന ദൈവമാ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. നല്ല സഖിയായി, നല്ല പിതാവായി, നല്ല മാതാവായി, നല്ല സഹോദരനായി ഞങ്ങൾക്ക് കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ്, സമസ്ത ഭാരങ്ങളും അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, ഞങ്ങളുടെ കുടുംബത്തോട് ഹാലലി മനസ്സലിവ് കാണിക്കണമേ. നീറിപ്പുകയുന്ന ജീവിതങ്ങളോട് മനസ്സലിവ് കാണിക്കണേ അപ്പ. എൻ്റെ പൊന്നുകരം നീട്ടണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.